ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു കുക്കർ ചിക്കനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോഗ്രാം തൂക്കമുള്ള ഒരു ഫുൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വരയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊരു മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 2 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പാകത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ കസൂരിമേത്തിയും ഒരു ചെറുനാരങ്ങയുടെ നീരും. കസൂരിമേത്തി ഇവിടെ തികച്ചും ഓപ്ഷണലാണ്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മസാല മിക്സ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പോ എരിവോ ആവശ്യമാണെങ്കിൽ, കൂടുതൽ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്തു കൊടുത്ത് നന്നായി ഈ മസാല എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം. കാലിൻ്റെ സൈഡിലും ഈ ചിക്കൻ്റെ ഉൾഭാഗത്തും ഒക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കണം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ 2 കാലും ഒരു നൂലുപയോഗിച്ച് നന്നായി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഒരു പാത്രത്തിൽ മൂടി വെച്ച് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല, താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നതിന് ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 40 മിനിറ്റെങ്കിലും അടുപ്പത്ത് വെക്കണം. 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം ഒരുപാട് ഊർന്നു വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഈ ചിക്കൻ ഇവിടെ നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ വേണേൽ ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം. നമുക്കിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഫ്രൈ ചെയ്ത് എടുത്തു മാറ്റാം. ഈ കറിവേപ്പിലയും പച്ചമുളകും ഫ്രൈ ചെയ്തെടുക്കുന്നത് ചിക്കൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഓരോ ഭാഗവും പൊരിയുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായി പൊരിച്ചെടുക്കാം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. അത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.